നമസ്കാരം, ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ബേ ലീവ്സ്, 2 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഹോൾ ഗരം മസാലയുടെ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഇടത്തരം സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഉള്ളിയുടെ കളർ ചെറുതായിട്ട് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഈ രീതിയിൽ നിങ്ങൾ മുട്ടക്കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് സവാള ഒന്ന് വാടി വന്നതിന് ശേഷം വഴറ്റിയെടുക്കുന്നത്. സവാള ഒന്ന് കളർ മാറി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിൽ വളരെ കുറച്ച് നാളികേരം ചേർത്താൽ മതിയാകും. കൂടെ തന്നെ 5 മുതൽ 6 അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെച്ചതാണ്. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെക്കുമ്പോൾ അരച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിലോട്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ ഉള്ളിയുടെ കളർ കണ്ടോ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം, എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് മൂത്ത് പോവും. എന്നാൽ പിന്നെ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും ചേർക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. ടൊമാറ്റോയുടെ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അടുത്തായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. എരിവ് കുറവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 പച്ചമുളക് വരെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ടൊമാറ്റോയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ടൊമാറ്റോയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അങ്ങനെ ടൊമാറ്റോ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ടൊമാറ്റോയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉള്ളി വഴറ്റിയപ്പോഴല്ലേ കുറച്ച് ഉപ്പ് ചേർത്തത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നാളികേര പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ നാളികേര പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സ്വാദാണ്. കാരണം ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അരച്ചപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഈ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഈ ഒരു മുട്ടക്കറി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പുട്ട്, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, പിന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അങ്ങനെ ഗ്രേവി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഗ്രേവി ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചേർക്കാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ടയല്ല, ഉടച്ച മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഡയറക്റ്റായിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലൊരു ബൗളിൽ മുട്ട ഒഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതായത് അതിൻ്റെ മുട്ടയും വെള്ളയും പൊട്ടാതെ ഇങ്ങനെ ഒഴിക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ നമുക്കൊരു 6 മുതൽ 8 മുട്ട ഒഴിക്കാം. മുട്ട ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അടുപ്പിച്ച് ഒഴിക്കരുത്. ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് വേണം. കാരണം നമ്മൾ മുട്ട ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ള ഉണ്ടല്ലോ അത് കുറച്ചിങ്ങനെ സ്പ്രെഡായി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മുട്ട മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ 1-2 മുട്ടയെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. ഞാൻ മുട്ടയുടെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു നുള്ളു മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില മസ്റ്റാണ്. മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കരിവേപ്പില ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം മിക്സാക്കാനേ പാടില്ല. ഇനി മുട്ട ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലിഡ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുട്ട വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, മുട്ട ഏതാണ്ടൊന്ന് ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിരിച്ചിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഈ മസാല മുട്ടയുടെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. ഇപ്പോൾ മുട്ട ഏതാണ്ടൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അതെല്ലാം മുട്ട കുറച്ചും കൂടി ഒന്ന് കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഏതാണ്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ കറിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടോ ഇരിക്കുക. സാധാരണ മുട്ടക്കറി തയ്യാറാക്കുന്നതിനെക്കാട്ടിലും വേറിട്ട ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.